ഭാരതത്തിലെ രണ്ട് പ്രധാന ഇതിഹാസങ്ങളിൽ ഒന്ന് രാമായണമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഏതാണ്? മഹാഭാരതം. വേദവ്യാസൻ രചിച്ച മഹാഭാരതം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പോരാട്ടമാണ് ശരിക്കും ഇതിലൊരു പ്രധാന കഥാതന്തു. നമുക്കറിയാം പഞ്ചപാണ്ഡവർ ആരൊക്കെയാണെന്നറിയാം. ആരൊക്കെയാണ്? അവരുടെ അമ്മയായിട്ടുള്ള കുന്തി ദേവിയും ഭാര്യയായ ദ്രൗപദിയും അടങ്ങുന്ന പാണ്ഡവ സംഘം. അവർക്ക് കൂട്ടായിട്ട് ആരാണ്? കൃഷ്ണൻ. ഇനി എതിർവശത്ത് 100 കൗരവ സഹോദരന്മാരെ നയിക്കുന്നത് ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനാണ്. വേറെയുമുണ്ട് കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ദുശാസനൻ, കൃപർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, ശകുനി, അശ്വത്ഥാമാവ്, ബലരാമൻ, സുഭദ്ര, വ്യാസൻ, അഭിമന്യു, പാണ്ഡു, സത്യവതി, അംബ, അംബാലിക, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലങ്ങളും നിറഞ്ഞതാണ് മഹാഭാരതം എന്ന ഇതിഹാസം. കുഞ്ഞുണ്ണിമാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് പലവിധ വിഷയങ്ങൾ ഇല്ലേ? നല്ല മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. എഴുത്തും വായനയും ഒക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ശീലമാക്കണം. വായനയിൽ തന്നെ നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന, നല്ല സതുപദേശങ്ങൾ നൽകുന്ന, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാടധികം കഥയുടെ വഴികൾ നമുക്ക് തുറന്നു നൽകുന്ന രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുന്ന ഒരു ശീലം നമുക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടാവണം. മഹാഭാരതം എന്നത് ഭരതവംശത്തിന്റെ കഥയാണ്. ഏത് വംശത്തിന്റെയാണ്? ഭരതവംശം. മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ഭാര്യയായ ശകുന്തളയുടെയും കഥയാണ് വിവരിക്കുന്നത്. അവരുടെ പുത്രനാണ് പിന്നീട് ഭരതൻ എന്നറിയപ്പെട്ട ഈ ഭാരതം മുഴുവൻ അടക്കിവാണ ഒരു രാജാവ്. ഭരതന്റെ സാമ്രാജ്യം ഭാരതവർഷം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഭാരതവർഷം. ഭരത ചക്രവർത്തിയുടെ വംശത്തിൽ പിറന്നവർ ഭാരതർ എന്നും അറിയപ്പെടുന്നു. ഭരതവംശത്തിന്റെ കഥയും ഭാരതവർഷത്തിന്റെ ചരിത്രവുമാണ് മഹാഭാരതം. മഹാഭാരതത്തിൽ നിരവധി കഥാപാത്രങ്ങൾ നിരന്നു നിൽക്കുമ്പോൾ അതിനിടയിൽ നയചാതുര്യം കൊണ്ട് ആ കഥാഗതിയെ മുഴുവൻ നിർണ്ണയിക്കുന്ന നമുക്കേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അതാരാണ്? ശ്രീകൃഷ്ണൻ. അത് ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണന്റെ ഒരു നല്ല ഭജന കേട്ടാലോ? നമുക്ക് വേണ്ടി നല്ലൊരു കൃഷ്ണ ഭജൻ ചൊല്ലിത്തരുന്നത് ആതിരയാണ്. സുരമുനി വന്ദിത ഗോപാല ബാല യമുനയിൽ ദേവാ മധുമുരളീരവ ശൃംഗാര കൃഷ്ണ. ലോകം മുഴുവൻ ആദരിക്കുന്ന, ആരാധിക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു വലിയ ഇതിഹാസമാണ് മഹാഭാരതം. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കഥ ഉൾപ്പെടെ, കുരുക്ഷേത്ര യുദ്ധം ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട വഴിത്തിരിവുകളും നിർണായകമായ സങ്കീർണമായിട്ടുള്ള കഥാഗതിയും ഒക്കെയുണ്ട് മഹാഭാരതത്തിലുടനീളം. കുട്ടികളായ നിങ്ങൾ ബാലമഹാഭാരതം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലൂടെ മഹാഭാരതത്തിലെ വളരെ മൂല്യം നിറഞ്ഞ കഥാസന്ദർഭങ്ങളൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞാൽ അത് ജീവിതത്തിലുടനീളം നമുക്ക് കരുത്ത് നൽകുന്ന, കാന്തി നൽകുന്ന, ശക്തി നൽകുന്ന ഒരു പ്രചോദനമായി തീരും. അതുകൊണ്ട് പുരാണ പുസ്തകങ്ങൾ വായിക്കാൻ ഈ അവധിക്കാലത്തൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനും. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് കൂടെ ശീലമാക്കണം. ഗോപാല